പാലസ്തീൻ പറഞ്ഞു തീർന്നൊരധ്യായമാകുന്നു. ഐക്യദാർഢ്യം കൊണ്ട് തെരുവ് ജനസമുദ്രമാക്കിയവർ അജണ്ട നടപ്പാക്കി പിൻവാങ്ങിയിരിക്കുന്നു. ചാകര കൊയ്തെടുത്തവർ ഒന്നുറക്കെ കരയാൻ പോലുമാകാത്ത കുഞ്ഞു രോദനങ്ങളെ ഉൾപേജ് വാർത്തയിലൊതുക്കുന്നു. പാലസ്തീനെയും ഹമാസിനെയും വാഴ്ത്തിപ്പാടിയവർ അവസരം മുതലാക്കി പിരിഞ്ഞു പോയിരിക്കുന്നു. ചിതറിത്തെറിച്ചു പോയൊരു ജനത ഒത്തൊരുമിച്ചപ്പോൾ ലോകം അവർക്ക് മുന്നിൽ ചെറുതായി. അല്ലെങ്കിലും പുറത്താക്കപ്പെടുന്നവരെയോർത്ത് വിലപിക്കാൻ ആരാണുണ്ടാവുക? ഇത് യഹൂദരുടെ മാത്രം കഥയല്ലാതാകുന്നു. ഇങ്ങനെ കാശ്മീരിലും ഉണ്ടായിരുന്നു ഒരു ജനത, അധിനിവേശനത്തിൻ്റെ കുത്തൊഴുക്കിൽ ആട്ടിയോടിക്കപ്പെട്ടവർ. ഓർക്കില്ല അവരെ ആരും. എണ്ണത്തിൽ ചെറുതാവുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ കൂടുന്നതാണല്ലോ ഗുണം. ജീവനും ജീവിതവും ഒന്നല്ലേയുള്ളൂ. അത് പാലസ്തീനിലായാലും ഇസ്രായേലിലായാലും ഉക്രൈനിലായാലും കാശ്മീരിലായാലും മുറിവുകളിൽ നിന്ന് ഒഴുകുന്നത് ചുവന്ന ചോര തന്നെയാകുന്നു. വേദന ഒന്നു തന്നെയാകുന്നു, നഷ്ടപ്പെടലിൻ്റെ, വേർപാട്ടിലിൻ്റെ. അതുപോലെ ഇതേപോലത്തെ വേറെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈയിടെ